ഒരു കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് മിൽക്ക് പൗഡർ ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുത്ത ശേഷം അരിപ്പിലൊന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. ആ അരിച്ച മാവിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ചേർത്തെടുത്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു ഗുലാബ് ജാമാണ്. നമ്മളിത് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമാണ്. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളും ഒന്ന് ട്രൈ